ഇപ്പോൾ വഖഫ് ബില്ലാണല്ലോ മൊത്തം ചർച്ച. എന്താണ് വഖഫ് ബിൽ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലെ എടുത്തിട്ട് അലക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മതത്തിന്റെയോ സമുദായത്തിന്റെയോ മണ്ടയിൽ കുതിര കയറാതെ ആർക്കും നിലനിൽക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ എടുത്ത് പ്രയോഗിക്കാതെ ഒരു മതത്തിന് പറ്റൂല എന്നുള്ളതാണ്. അതായത് അത് വാദിയായാലും പ്രതിയായാലും അവർക്ക് ആ മതം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പൊ ചാനലിനും മതമുണ്ടെങ്കിലേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായി. ഏതായാലും നമ്മുടെ വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ടർ ചാനലില് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ അവര് വട്ടമേശ ചർച്ച നടത്തിയ സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. കേട്ട ശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഈ പുതിയ ഭേദഗതി പ്രകാരം ആർക്കാണ് വഖഫ് ചെയ്യാൻ സാധിക്കുക? മുസ്ലിമായി 5 വർഷം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ വഖഫായി പ്രഖ്യാപിക്കാൻ, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ വഖഫായി പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ. ആരാണിത് സർട്ടിഫൈ ചെയ്യുക? ഒരാൾ ഒരു മുസ്ലിം ആണോ അല്ലയോ എന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആര് സർട്ടിഫൈ ചെയ്യും? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച്, സബ്ജക്ട് ടു കറക്ഷൻ, ഒരു മുസ്ലിമായി മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവർ ഏതെങ്കിലും ആചാരക്രമം അനുഷ്ഠിച്ചുകൊണ്ടല്ല. അവരുടെ വിശ്വാസമാണ് ഒരാളെ മുസ്ലിമാക്കി മാറ്റുന്നത്. നമ്മൾ സാധാരണ കലിമ ചൊല്ലുക എന്ന് പറയും. കലിമ ചൊല്ലുന്നതോടു കൂടിയാണ് ഒരാൾ മുസ്ലിമായി ആത്യന്തികമായി മാറുന്നത്. ആരാധനയും ബാക്കിയുള്ള ആചാരക്രമങ്ങളുമെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ. ശരി, നിസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നിസ്കരിക്കാത്ത ഒരാളാണെന്ന് കരുതുക, പക്ഷേ അയാൾ കലിമ ചൊല്ലിയിട്ടെന്ന് കരുതുക. 5 വർഷത്തെ വിശ്വാസം അദ്ദേഹത്തിന് അള്ളാഹിൽ ഉണ്ടെന്ന് കരുതുക. മുസ്ലിമായിട്ട് അംഗീകരിക്കുമോ? ഇത് ഈ നിശബ്ദതയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ ഒരു വിശ്വാസി മുസ്ലിം വിശ്വാസിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ മുസ്ലിം മതപണ്ഡിതർക്ക് അവകാശമില്ലാത്തൊരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ അരുൺകുമാർ പറഞ്ഞത് ഒരാള് മുസ്ലിമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് പറ്റില്ല എന്നാണ്. സത്യത്തിൽ ഈ അരുൺകുമാറിന്റെ പ്രസ്താവന ശുദ്ധ മണ്ടത്തരമാണ്. ഇത് കേട്ടാൽ തോന്നും ഒരു മുസ്ലിം പക്ഷ ഒരു വാദമാണ്. സത്യത്തിൽ മുസ്ലിങ്ങളെ വെച്ച് മുതലെടുക്കുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊന്ന് വ്യക്തമാക്കി തരാം. ഒരു മുസ്ലിമായി മാറുന്നത് അയാൾ കലിമ ചൊല്ലി മുസ്ലിമായി മതം സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ്, ഉറപ്പിച്ചു. അത് ശരി തന്നെയാണ്. പക്ഷെ അയാൾ ഒരു ലീഗലി മുസ്ലിം ആവുന്ന എപ്പോഴാണ്? അതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പൊ ഞാനൊരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മുസ്ലിം ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു മുസ്ലിമിന് സഹായം തേടുന്നു, അല്ലെങ്കിൽ ആരും സഹായമില്ലാതെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമായി. പക്ഷെ അത് എത്ര പേര് അംഗീകരിക്കും? ഏതെങ്കിലും ഒരു മുസ്ലിം അംഗീകരിക്കും? സ്വതന്ത്രമായി ഞാൻ പറയുകയാണ്, മറ്റാരും അറിയാതെ ഞാൻ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് പിറ്റേന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കലിമ ചൊല്ലിയേക്കണ്, നിങ്ങൾ എന്നെ പള്ളിക്കേട്ട് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ സമ്മതിക്കോ? ഇല്ല. അങ്ങനെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ അവൻ പൊന്നാനി പോകണം. കേരളത്തിലെ അവസ്ഥയിലാണെങ്കിൽ ഒന്ന് പൊന്നാനി പോകണം. പൊന്നാനി പോയി ഔദ്യോഗികമായി മതത്തിൽ ചേരണം. വേണ്ടേ? അത് ഇവിടുത്തെ ഇസ്ലാമികമായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു രീതി. അതിനു മുമ്പ് വേണമെങ്കിൽ അവിശ്വാസിയാകാൻ പോകുന്നു എന്നൊക്കെ പറയാം. ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ അതുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനം അംഗീകരിക്കുമോ? ഇയാൾ പൊന്നാനി പോയി, ഇപ്പോൾ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാള്, അയാള് അല്ലെങ്കിൽ തോമസ് എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ, അയാള് പൊന്നാനി പോയി മുസ്ലിമായിട്ട് ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് സർക്കാരിൽ ചെന്ന് പറയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടത്ത് ചെന്ന് പറയാണ്, ഞാൻ പൊന്നാനി പോയി മുസ്ലിമായി, അതുകൊണ്ട് എന്നെ മതത്തിൽ മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റൂ? ഇല്ല. അവിടെ ലീഗലി മാറേണ്ടി വരും. അപ്പോൾ എന്തും നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത്, ഒരു നിയമാധിഷ്ഠമായ രാജ്യത്ത് നിയമമാണ് പ്രധാനം എന്ന് പറയുന്നത്. അവിടെ ആ നിയമത്തെ അനുസരിക്കണമെന്നാണ് ദീനും പറയുന്നത്. എല്ലാ മതങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഇസ്ലാം മതം പ്രത്യേകിച്ചും അങ്ങനെയാണ് പറയുന്നത്. ഒരു രാജ്യത്തെ നിയമം എന്താണോ ആ നിയമത്തെ അനുസരിച്ച് ജീവിക്കണം. ഇവിടെ ഒരു വഖഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ളവർക്ക് വഖഫ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. നാളെ അത് മറ്റാരും വിൽക്കാതെ കൊണ്ടു നടന്നാൽ മതി, കുഴപ്പമില്ല. പള്ളിക്കാർക്ക് നിങ്ങൾ കൊടുത്തോളി, വഖഫ് കൊടുത്തോളി, അവർ കൊണ്ടു നടന്നോളും, ഇത് വഖഫാണെന്ന് പറഞ്ഞോളി. പക്ഷെ പള്ളിക്ക് എഴുതി കൊടുക്കേണ്ടി വരും, ആധാരം ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ വഖഫ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ലീഗലി ഒരു എന്തെങ്കിലും ഒരു സ്ഥലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ വഖഫ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ ലീഗലി മുസ്ലിം ആയിരിക്കണം എന്നതിൽ എന്താണ് കുഴപ്പം? അത് നല്ലതല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്ത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ലീഗലി മുസ്ലിം, ഒന്നുകിൽ ജന്മം കൊണ്ട് മുസ്ലിം, മതം മാറി വന്നവരാണെന്നുണ്ടെങ്കിൽ അവൻ ലീഗലി മുസ്ലിം ആവാൻ അവന്റെ രേഖകളെല്ലാം, അവന്റെ ആധാർ ആയാലും പാൻ കാർഡ് ആയാലും എന്ത് തന്നെ രേഖകളായാലും അതിനകത്ത് നിലവിലുള്ള മതമായിരിക്കും രേഖപ്പെടുത്തുക. അവൻ കലിമ ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ രേഖ മാറുന്നില്ല. കലിമ ചൊല്ലി പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു, പൊന്നാനി പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അയാളെ സർക്കാർ രേഖ മാറില്ല. അയാള് പൂർവ്വമതം തന്നെ അവിടെ നിലനിൽക്കും. അപ്പോൾ പൂർവ്വമതം എന്നാണോ അയാൾ ചേഞ്ച് ചെയ്തത്, നിയമം അനുസരിച്ചിട്ട്, നമ്മുടെ ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് മാറ്റം വരുത്തിയത്, അന്നു മുതലാണ് അയാളെ ഔദ്യോഗികമായി മുസ്ലിം ആയി എന്ന്
നിയമം മനസ്സിലാക്കുന്നത്, ഈ രാജ്യത്തെ നിയമ സംവിധാനം മനസ്സിലാക്കുന്നത്. അങ്ങനെ നിയമ സംവിധാനം മനസ്സിലാക്കിയ ശേഷമുള്ള 5 വർഷം കഴിഞ്ഞിട്ടേ ഔദ്യോഗികമായി അയാൾക്ക് വഖഫ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതിലിത്ര മലമറിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകളും മറ്റു കാര്യങ്ങളും ഒക്കെ മുസ്ലിങ്ങളെ പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കുന്നത് വെറുതെ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അത് മുസ്ലിമിനെ സഹായിക്കാനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകാരാണ് ഓരോന്ന് കുത്തിത്തിരിച്ച് കൊണ്ടുവരുന്നത്. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ മതമൊന്നും ആവശ്യമില്ല. ഏത് മതത്തിലായാലും ആ മതത്തിൽ അവനവന്റെ വിശ്വാസ സംഹിത അനുസരിച്ച് ആ മതത്തിന്റെ ധർമാധർമ്മങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ അവന് കഴിയുന്നുണ്ടെങ്കിൽ അവൻ വിശ്വാസി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുള്ളത്. അത് പോട്ടെ, അത് സർവ്വമത സത്യവാദമാണെന്ന് നമുക്ക് പറയാം. അത് വിട അതെല്ലാവരും അംഗീകരിക്കുന്ന ഒന്നല്ല. പക്ഷെ ഒരു മുസ്ലിം ആകുന്ന ഒരാൾ കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് രേഖകളിൽ വന്നുകൊള്ളണം എന്ന് പറയുന്നത്, അങ്ങനെ ശഠിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അങ്ങനെ കലിമ ചൊല്ലിയെന്ന ഒരാൾ പറഞ്ഞാൽ സർക്കാർ രേഖ കൊടുക്കാൻ പറ്റും? അല്ല. അതിന് ഔദ്യോഗികമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവരുടെ ഔദ്യോഗിക രേഖകളിലെല്ലാം മതം മാറേണ്ടതുണ്ട്. അങ്ങനെ മതം മാറിക്കഴിഞ്ഞാൽ അയാളെ ഔദ്യോഗികമായി ഇസ്ലാം എന്നല്ല ഏതെങ്കിലും ഒരു മതത്തിലേക്ക് അയാൾ മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറിയതായിട്ട് കണക്കാക്കുകയും ആ സമയം മുതൽ അയാൾ ആ മതത്തിന്റെ ആളാണ്. അപ്പോൾ അതിന് വഖഫ്, ഇനി ഒരു അമ്പലത്തിലേക്ക് വഖഫ് ചെയ്താലും, ഇനി ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വഖഫ് ചെയ്താലും, ഇനി ഒരു മുസ്ലിം പള്ളിയിലേക്ക് വഖഫ് ചെയ്താലും, ആർക്ക് വഖഫ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെ കണക്കൂട്ടാൻ പറ്റൂ. അതിലൊരു കുഴപ്പമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വെറുതെ അരുൺകുമാറെ മറ്റുള്ളവരായിട്ട് ഇടങ്ങാറാക്കിക്കണ്ട. എന്തിനാണ് തമ്മിൽ ഇങ്ങനെ ഇട്ട് പണിയുണ്ടാക്കുന്നത്? തെറ്റിദ്ധാരണ ഉണ്ടാക്കല്ലേ. ഒരു മുസ്ലിമായി ജീവിക്കാൻ ഒരു രേഖന്റെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത്, നിയമാധിഷ്ഠിതമായ രാജ്യത്ത്, നിയമം കൂടികൊള്ളുന്ന ഒരു രാജ്യത്ത് ആ നിയമത്തിൽ അതിനനുസരിച്ച് രേഖ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിയമപരമായി തന്നെ നീങ്ങണം. അതങ്ങനെ പഠിപ്പിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ വെറുതെ മനുഷ്യനെ വെറുതെ വട്ടം ചുറ്റിക്കാണോ വേണ്ടത്? അത് തെറ്റല്ലേ? Different angles. Don't forget to subscribe and support this channel.